Hey guys, welcome back to another video of SR Vlogs. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഐ എം എ +1 കോമേഴ്സ് സ്റ്റുഡൻറ്റ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡി റിലേറ്റഡ് കോണ്ടന്റ് ആണ്. അപ്പോൾ എക്സാംസ് ഒക്കെ ആവാറായി, എല്ലാവരും പോർഷൻസും കാര്യങ്ങളൊക്കെ എത്ര വരെ തീർത്തു എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും പഠിക്കുന്ന തിരക്കിലായിരിക്കും. സോ ഞാൻ വേഗം കാര്യം പറഞ്ഞിട്ട് വേഗം പോവാം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് രാവിലെ, അതായത് ഞാനിപ്പോൾ എല്ലാ സബ്ജക്റ്റും തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത്രയും പോർഷൻ കവർ ചെയ്തൊന്നും പറയാനായിട്ടില്ല. അപ്പോൾ എക്കണോമിക്സ് കുറച്ച് നോക്കി, പക്ഷെ അതൊന്നും തിരിയാണ്ടായി, അത് ഞാൻ കുറച്ച് നേരം വിട്ട് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പ്രോപ്പറായിട്ട് സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കുന്നത് നിങ്ങൾക്കും കൂടെ ഞാൻ ഷെയർ ചെയ്യാമെന്ന്. സോ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ എനിക്കിട്ടതാണ്. സോ ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാം. സോ ദാറ്റ് ഇതുവരെയായിട്ടൊന്നും തുടങ്ങാത്തവർക്ക് കൂടെ ഇത് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നിങ്ങൾ എവിടെ വരെ ആയി പഠിച്ചിട്ട് എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെയായിട്ടൊന്നും പഠിച്ച് തുടങ്ങിയില്ല, എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയുന്നില്ല, ഇനിയും എക്സാമിൻ്റെ ആ ഒരു സീരിയസ്നെസ് വരാത്തവരുണ്ടെങ്കിൽ, എന്നെപ്പോലെ വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇനി തൊട്ട് പഠിക്കുക. എന്തായാലും നമുക്ക് ഒരുമിച്ച് നല്ല മാർക്സൊക്കെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇനി മുതലുള്ള ദിവസങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കാം. ഇനി നമുക്ക്, അതായത് ഈ ഒരു വീഡിയോ ഞാനിപ്പം 11 ഡിസംബറിനാണ് എടുക്കുന്നതും ഇടുന്നതും. സോ 11th ഡിസംബർ, 12th ഡിസംബർ, 13th 14th 4 ഡേയ്സ് ഉണ്ട്. 4 ദിവസം ധാരാളമാണ് നമ്മൾ വൃത്തിക്ക് സിസ്റ്റമാറ്റിക്കായി പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ലെറ്റ്സ് ഡു ഇറ്റ് ആസ് എ ചാലഞ്ച്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് തേഴ്സ്ഡേ എക്കണോമിക്സിൻ്റെ സ്റ്റാറ്റി ലൈവും എക്കണോമിക്സിൻ്റെ ഇന്ത്യൻ എക്കണോമി ലൈവും കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കണ്ടിട്ടില്ല, ഇതുവരെയായിട്ട് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബാക്കി കാണണം. അപ്പോൾ അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കി തീർക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇന്ന്. പിന്നെ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഒരു ലൈവ് ഉണ്ട് 6 hours ഉള്ളത്. അപ്പോൾ അതും കണ്ടു തീർക്കണമെന്നുണ്ട്. രാവിലെ ഒരൊറ്റ ചാപ്റ്റർ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, അത് തന്നെ ഒരു മണിക്കൂർ സംതിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളത് കൂടെ കണ്ടിട്ട് ഇന്ന് ഉറങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാൽ മാത്രമേ നമ്മുടെ ടൈം ടേബിൾ സിസ്റ്റമാറ്റിക്കായിട്ട് അങ്ങ് പോകും. അപ്പോൾ ഈ 3 ലൈവും, അതായത് ഈ 3 സബ്ജക്റ്റ് ഇന്ന് തീർക്കണം എന്നാണ് എൻ്റെ ഒരു എയിം. ഇത് കുറച്ച് മലയെടുത്ത് പൊക്കുന്ന പോലത്തെ സംഭവമാണ്. പക്ഷെ ലാസ്റ്റ് ദിവസങ്ങളാണ്, ഇത്രയും നേരം നമ്മൾ പ്രോക്രസ്റ്റിനേറ്റ് ചെയ്തിരുന്നത് കൊണ്ട് നമ്മൾ അവസാനം കുറച്ച് പണിയെടുത്താലേ ശരിയാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഓൺ ആയിട്ടുള്ള ഒരു ഇതിൽ മാറ്റാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഡേ നാളെ, അതായത് ഫ്രൈഡേ. നാളെ ഇപ്പം സ്കൂളിൽ പോകണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേങ്കിൽ ഇപ്പം NSS അങ്ങനെ എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അക്കൗണ്ടൻസീൻ്റെ ഒരു ലൈവ് കാണണമെന്നും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണമെന്നാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ലിസ്റ്റ് ഓൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നാളെ ഇപ്പോൾ സ്കൂളിൽ പോകേണ്ട, എന്തായാലും പോകണം എന്ന് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ പോകും, ഇല്ലെങ്കിൽ പോകില്ല. ഓക്കെ, പിന്നെ 13-ാം തീയതി, അതായത് സാറ്റർഡേ ഞാൻ ഇംഗ്ലീഷ് പഠിക്കാനാണ് വിചാരിക്കുന്നത്. ഇംഗ്ലീഷ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, അതായത് രാത്രി വരെ 13 ചാപ്റ്റേഴ്സ് അല്ലേ ഉള്ളത്. അതായത് 4 യൂണിറ്റുകളുണ്ട്. അപ്പോൾ അതിൽ 13 ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് കൂടുതലായിട്ടും അറിയുന്ന ചാപ്റ്റേഴ്സ് തന്നെയാണ്, പക്ഷേ അറിയാത്ത 2-3 ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലൈവും കാര്യങ്ങളൊക്കെ കാണണം, ഗ്രാമർ പോർഷൻ നോക്കണം. അതൊക്കെ ആ ഒരു ദിവസം ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ടൈം ടേബിളിൽ ഞാൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം നമുക്ക് എക്സാം വരുന്നത് 23rd-നാണ്. 23rd-എന്ന് പറയുമ്പോൾ 22nd-നും 21-നും 20-നും ഒക്കെ നമുക്ക് എക്സാം ഇല്ലല്ലോ, ലീവല്ലേ. അപ്പോൾ ആ 3 ദിവസങ്ങൾ കൊണ്ട് ആ ഒരു 8 ചാപ്റ്റർ 7 ചാപ്റ്റർ പഠിച്ച് തീർക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ലാംഗ്വേജ് ആണ്, അത് നിങ്ങളുടെ ഇഷ്ടത്തിന്, ഈ പറഞ്ഞ ടൈം ടേബിളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് ഒരു പ്ലാൻ തരാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഹിന്ദിയുടെ എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തത്തിൽ 10 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. പിന്നെ അതിൻ്റെ ഗ്രാമർ, ലെറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിക്കുന്നത് സൺഡേ പഠിക്കാമെന്നാണ്. കാരണം ഹിന്ദി എന്തായാലും നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചിട്ട് പോകേണ്ടതല്ലല്ലോ, നമ്മുടെ കയ്യിൽ നിന്ന് കണ്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മോർണിംഗ് ടു നൈറ്റ് വരെ പഠിച്ചാൽ തന്നെ ഹിന്ദി തീർക്കാമെന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഉള്ളത്. തീർക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും തീർക്കണം നമ്മൾ, കാരണം ഉച്ചക്കല്ലേ എക്സാം. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് പോകാമെന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഞാൻ ഹിന്ദി 14, അതായത് സൺഡേ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ 5 സബ്ജക്റ്റും സെറ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ പിന്നെ CA നമുക്ക് 3 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ 3 ദിവസം ഇരുന്ന് പഠിക്കാമല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള പ്ലാൻ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഇട്ടതാണ്, ഒറ്റ മൈൻഡിൽ ഇട്ടതാണ്. സോ നിങ്ങൾ ഇതുവരെയായിട്ടൊന്നും പഠിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും പ്ലാൻ നിങ്ങളുടേതായത് ഉണ്ടാവല്ലോ. ഓരോരുത്തർക്കല്ലേ അവരവരെ കാര്യങ്ങൾ അറിയൂ, അതായത് എത്ര വരെ പഠിച്ചു എന്നുള്ളതൊക്കെ. സോ നിങ്ങൾ ഫുള്ളായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. പിന്നെ എവിടെ വരെ എത്തി എന്നൊക്കെ പറയാം. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ കുറേ ഇതുപോലത്തെ സ്റ്റഡി റിലേറ്റഡ് കോണ്ടൻസുമായിട്ടൊക്കെ വരുന്നത് വരെ ബൈ.